ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ സെക്കൻഡ് സെൽഫ് കെയർ വീഡിയോ ആണ്, വ്ളോഗ് നമ്പർ 2. സോ ഇതാണ് പെഡിക്യൂറിൻ്റെ വീഡിയോ. സോ നമ്മൾ ഫസ്റ്റ് സെൽഫ് കെയർ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ആണ് ഇട്ടുണ്ടായിരുന്നത്. സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെഡിക്യൂറിൻ്റെ വീഡിയോ കേട്ടോ. സോ നമുക്കറിയാം, നമുക്ക് ടാനൊക്കെ അടിച്ച് കാലൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ടാവും. സോ ആ ഒരു ഡ്രൈനെസ്സും ടാനും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ആദ്യം പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മാസ്ക് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് കാല് തേക്കാൻ വേണ്ടി ഒരു മാസ്ക് പോലെ ഉണ്ടാക്കണം. നമുക്ക് അതിനായിട്ട് ആദ്യം കോഫി പൗഡർ കുറച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ചൊരു നുള്ളും മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ കാലിൽ കളറാവും, മഞ്ഞ കളറാവും. അപ്പോൾ അത് ഞാൻ ഒരുപാട് എടുക്കുന്നില്ല. പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് ഞാൻ കടലമാവാട്ടോ. കടലമാവ് നല്ലതാട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു മാസ്ക് ഉണ്ടാവില്ല, കാല് തേക്കാൻ വേണ്ടിയിട്ടാട്ടോ, ടാനൊക്കെ പോവാനാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ നല്ല ചൂടുള്ള വെള്ളം കേട്ടോ. നമ്മുടെ കാലിന് സഹിക്കാൻ പറ്റുന്ന അത്ര ഉള്ള ചൂടുള്ള വെള്ളം. ഞാൻ പിന്നെ അതിലിടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്, പിന്നെ ഷാമ്പു എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ദീദി ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടെ ദീദി ഷാമ്പു നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഉപ്പ് എടുക്കുന്നുണ്ട്, പിന്നെ ബേക്കിംഗ് സോഡ കുറച്ച് കേട്ടോ, ഒരുപാട് എടുക്കാൻ പാടില്ല ഇതൊന്നും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നല്ല വാം വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ചൂടുള്ള വെള്ളമൊന്നുമല്ല, ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ, കാല് മുക്കി വയ്ക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ കാല് നല്ല മഞ്ഞ കളറാവും. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചിടുന്നത്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇടുന്നത് എന്താ പറയുക, ഉപ്പാണ്. ഉപ്പ് നല്ലതാണ്, കാലിൻ്റെ അഴുക്കൊക്കെ മീൻസ് എന്തെങ്കിലും ബാക്ടീരിയാസ് അങ്ങനെ ഉണ്ടെങ്കിൽ പോവാനൊക്കെയാണ് ഇതൊക്കെ ഇടുന്നത്. ഉപ്പിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ഇടുന്നത് കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം, നിങ്ങൾക്ക് ഇത് നന്നല്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ഞാൻ ഇടാറുണ്ട് എപ്പോഴും. അതിന് ശേഷം നമുക്ക് നാരങ്ങാ നീര് പിഴിഞ്ഞ് ഒഴിക്കണം. നാരങ്ങാ നീര് നല്ലതാണ്. അതിന് ശേഷം നമ്മൾ ഷാമ്പൂവും ഇതിൽ പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി പതഞ്ഞ് വരും. നമ്മൾ കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ നന്നായി പതഞ്ഞ് വരും കേട്ടോ. സോ കാല് നല്ലോണം ഒരു 10-15 മിനിറ്റ് കാല് ഈ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇതൊക്കെ മുക്കി വെച്ചതിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതൊരു ടൂളാണ്, നെയിൽ പോളിഷ് മീൻസ് നെയിൽ കട്ടറിലൊക്കെ ഉള്ളൊരു ടൂളാട്ടോ. നമുക്ക് കാല് വൃത്തിയാക്കാനാട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനാണ്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാസ്ക് ഉണ്ടല്ലോ, അത് ഞാൻ കാലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളൊരു 15 മിനിറ്റ് ശേഷം കാല് ഈ വാം വാട്ടറിൽ മുക്കിയ ശേഷമേ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ആ വെറ്റ്നെസ്സോടെ നമുക്ക് ഈ മാസ്ക് കാലിൽ നന്നായി തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കാലിൻ്റെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് ഈ മാസ്ക് ഇട്ട് കൊടുക്കുക. അത് ടാന് പോവാനാട്ടോ. നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടാവും. ഒന്നാമത് നല്ല ചൂടാണ്. അപ്പോൾ ഈ ടാന് പോവാൻ വേണ്ടി നല്ലൊരു ഇതാട്ടോ. നമുക്ക് 2 കാലിൽ നന്നായി തേച്ച് കൊടുത്തിട്ട് അത് നന്നായി ഡ്രൈ ആവണ വരെ തേച്ചിട്ടിരിക്കുക കേട്ടോ. അതാകുമ്പോൾ കാലിൽ ടാനൊക്കെ പോയി കിട്ടും.